ഹായ് ഫ്രണ്ട്സ്, മിഷൻ PSCയിലേക്ക് വീണ്ടും സ്വാഗതം. ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി വർക്കിംഗ് ഔട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുകയാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ട് പാർട്ടുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100ഓളം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇത് പാർട്ട് 3 ആണ്. പാർട്ട് 3 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടി റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ ആര് എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഉത്തരം പ്രൈം മിനിസ്റ്ററാണ്. ഉത്തരം ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് ഇന്ത്യൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ആരാണ്? പ്രൈം മിനിസ്റ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ അപ്പോയിൻറ്റ് ദ ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ഹൂ അപ്പോയിൻറ്റ് ദ ചെയർമാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദിസ് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ. ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അതർ മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അതർ മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പ്രസിഡൻ്റാണ്. ഉത്തരം ആരാണ്? പ്രസിഡൻ്റാണ്. എന്താണ് ജോയിൻറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ചെയർമാനെയും അതർ മെമ്പേഴ്സിനെയും അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 86 എംപവേഴ്സ് ദ പ്രസിഡൻറ്റ് ടു. ആർട്ടിക്കിൾ 86 പ്രസിഡൻറ്റിന് എന്തിനു വേണ്ടിയുള്ള പവറാണ് നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 86 പ്രസിഡൻറ്റിന് എന്തിനു വേണ്ടിയുള്ള പവറാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം സെൻഡ് മെസ്സേജ് ടു പാർലമെൻറ്റ്. സെൻഡ് മെസ്സേജ് ടു പാർലമെൻറ്റാണ്. പാർലമെൻറ്റിന് മെസ്സേജ് നൽകുന്നതിന് വേണ്ടി ഉള്ള പവറാണ് ആർട്ടിക്കിൾ എന്ത് നൽകിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 86 പ്രസിഡൻറ്റിന് നൽകിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, originally 7 fundamental rights were included in our constitution. Which one of the following is not present and included among the fundamental rights guaranteed in our constitution? അതായത് യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൽ ഇപ്പോഴില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. അതിൽ ഉൾക്കൊണ്ടിട്ടില്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായപ്പോൾ 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ ഉൾപ്പെട്ടിട്ടില്ലാത്ത ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം റൈറ്റ് ടു പ്രോപ്പർട്ടിയാണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഇല്ല. റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ റൈറ്റ്സ് ഇപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇല്ല, അതെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 6 ഫണ്ടമെൻ്റൽ റൈറ്റ്സേ ഉള്ളൂ. റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയസ്, റൈറ്റ് ടു ഇക്വാലിറ്റീസ്, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്. ഇത്രയും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണുള്ളത്. റൈറ്റ് ടു പ്രോപ്പർട്ടീസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ ഉൾപ്പെട്ടത് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ആർട്ടിക്കിൾ 263 പ്രൊവൈഡ്സ് ഫോർ. ആർട്ടിക്കിൾ 263 എന്താണ് നൽകുന്നത്? ആർട്ടിക്കിൾ 263 എന്താണ് നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. എന്താണ്? ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലാണ് ആർട്ടിക്കിൾ 263 പറയുന്നത്. ആർട്ടിക്കിൾ 263 എന്തിനെക്കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലാണ്. ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 263 പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്പ് വാസ് ക്രിയേറ്റഡ് ബൈ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയാണ് മനുഷ്യാവകാശത്തിന് വേണ്ടിയുള്ള ഒരു മനുഷ്യാവകാശത്തിന് വേണ്ടി ഒരു മന്ത്രിയെ നിയോഗിച്ചു തുടങ്ങിയത് രാജീവ് ഗാന്ധിയാണ്. The Ministry of Human Resource Development was created by രാജീവ് ഗാന്ധി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ പ്രൊവൈഡ്സ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ടു ഗ്രാൻഡ് പാർഡൺസ്. ഏത് ആർട്ടിക്കിളാണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്ക് പാർഡണിംഗ് പവർ നൽകുന്നത്? ഏത് ആർട്ടിക്കിളാണ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്ക് പാർഡണിംഗ് പവർ നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 72 ആണ്. ആർട്ടിക്കിൾ 72 പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യക്ക് പാർഡണിംഗ് പവർ നൽകുന്ന ആർട്ടിക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഈസ് വെസ്റ്റഡ് ടു.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം എക്സിക്യൂട്ടീവ് പവർ ആരിൽ നിക്ഷിപ്തമാണ്? എക്സിക്യൂട്ടീവ് പവർ ആരിൽ നിക്ഷിപ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രസിഡൻറ്റിൽ നിക്ഷിപ്തമാണ്. എക്സിക്യൂട്ടീവ് പവർ പ്രസിഡൻറ്റിൽ നിക്ഷിപ്തമാണ്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് യൂണിയൻ ഈസ് വേസ്റ്റഡ് ടു പ്രസിഡൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ആർ ഇൻകോർപ്പറേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ അണ്ടർ ദ റെക്കമെൻഡേഷൻ ഓഫ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ ഉൾപ്പെടുത്തിയത് ആരുടെ റെക്കമെൻഡേഷൻ ഫലമാണ്? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത് ആരുടെ റെക്കമെൻഡേഷൻ ഫലമായിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ്. സ്വരൺ സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനെ എവിടെ ഉൾപ്പെടുത്തിയത്? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ പ്രസിഡന്റ് ഈസ് എലക്റ്റഡ് ബൈ. ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്, ഇന്ത്യൻ പ്രസിഡന്റിനെ ആരാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രൽ കോളേജാണ് തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇലക്ട്രൽ കോളേജാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഓഫ് ദ അറ്റോർണി ജനറൽ? താഴെ പറയുന്നതിൽ അറ്റോർണി ജനറലിന് ആപ്റ്റ് ആവാത്ത സെൻറ്റൻസ് ഏത് എന്നാണ് ചോദ്യം. അറ്റോമിക് ജനറലിന് ആപ്റ്റ് ആവാത്ത സെൻറ്റൻസ് ഏത് എന്നാണ് ചോദ്യം. അതിൽ താഴെ പറയുന്ന ഓപ്ഷനിൽ ഹി അഡ്വൈസ് ദ ഗവൺമെൻറ് ഓഫ് ലീഗൽ മാറ്റേഴ്സ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഹി അഡ്വൈസ് ദ ഗവൺമെൻറ് ഓഫ് ലീഗൽ മാറ്റേഴ്സ്. ലീഗൽ മാറ്റേഴ്സിന് ഗവൺമെൻറ്റിനെ ഉപദേശിക്കാനുള്ള പവർ അറ്റോർണി ജനറലുണ്ട്. ഹി ഹാസ് ദ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് എയ്തർ ഹൗസ്. ലോക്സഭയിലും രാജ്യസഭയിലും എന്ത് ചെയ്യാനുള്ള പെർമിഷനുണ്ട് അദ്ദേഹത്തിന്? ഹി ഹാസ് എ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഓഫ് ദ പ്രൊസീഡിങ്സ് ഓഫ് എയ്തർ ഹൗസ്. രണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും അദ്ദേഹത്തിന് പങ്കെടുക്കാനും സംസാരിക്കാനുള്ള അധികാരമുണ്ട്. അടുത്തെന്ന് പറയുമ്പോൾ ഹി ക്യാൻ ബി ദ മെമ്പർ ഓഫ് എനി പാർലമെൻറ്റ് കമ്മിറ്റി ബട്ട് നോട്ട് എൻടൈറ്റിൽഡ് ടു വോട്ട്. ഏത് പാർലമെൻറ്റ് കമ്മിറ്റിയിലും അദ്ദേഹത്തിന് മെമ്പറാവും, പക്ഷേ വോട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അപ്പോൾ ഇത് മൂന്നും ഏജിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അറ്റോർണി ജനറലിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി ഇവിടുത്തെ ഉത്തരവെന്ന് പറയുമ്പോൾ ഹി കനോട്ട് സ്പീക്ക് ആൻഡ് ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് പാർലമെൻ്ററിയിൽ പങ്കെടുക്കാനും പ്രൊസീഡിങ്സിൻ്റെ ഭാഗമാവാനും കഴിയില്ല എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് പാർലമെൻറ്റിലും പങ്കെടുക്കാനും പറ്റും, അവിടെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാനും പറ്റും. അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം, ദ ചീഫ് സ്പോക്സ്മാൻ ഓഫ് ഗവൺമെൻറ് ഇൻ ഇന്ത്യൻ പാർലമെൻറ്റ് ഈസ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചീഫ് സ്പോക്സ്മാൻ ആര് എന്നാണ് ചോദ്യം. ഉത്തരം പ്രൈം മിനിസ്റ്ററാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചീഫ് പ്രോഗ്രാം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ചീഫ് സ്പോക്സ്മാൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഹാസ് ദ പവർ ടു സസ്പെൻഡ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് സിറ്റിസൺ ഓഫ് ഇന്ത്യ ഡ്യൂറിങ് ദ നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസി സമയത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? നാഷണൽ എമർജൻസി സമയത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം ഇന്ത്യൻ പ്രസിഡന്റിനാണ് എമർജൻസി സമയത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരം. അടുത്ത ചോദ്യം, ദ മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എലക്ഷൻ ടു ദ പോസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഒരു പ്രസിഡൻ്റായി മത്സരിക്കണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തീകരിക്കണം? പ്രസിഡൻ്റായി മത്സരിക്കണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ പറ്റൂ. 35 വയസ്സ് പൂർത്തിയായിട്ടുള്ള ഒരാൾക്ക് പ്രസിഡൻ്റായിട്ട് മത്സരിക്കാൻ പറ്റൂ. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് മെയ്ഡ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി അണ്ടർ ദ ആർട്ടിക്കിൾ 352 ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഇയർ ഓഫ്. 352 പ്രകാരമുള്ള എമർജൻസി ആദ്യമായി പ്രഖ്യാപിച്ച വർഷം. 352 പ്രകാരമുള്ള എമർജൻസി ആദ്യമായി പ്രഖ്യാപിച്ച വർഷം 1962ആണ്. 1962 ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള എമർജൻസി ആദ്യമായി പ്രഖ്യാപിച്ചത്. അടുത്തത്, ദ ഹെഡ് ഓഫ് ദ ഇന്ത്യൻ ഗവൺമെൻറ് ഈസ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഹെഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഹെഡ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രൈം മിനിസ്റ്ററാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു ഇക്വാലിറ്റി ഈസ് ഗ്രാൻറ്റഡ് ബൈ ദ 5 ആർട്ടിക്കിൾ. റൈറ്റ് ടു ഇക്വാലിറ്റി 5 ആർട്ടിക്കിളായിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അത് ഏതൊക്കെ എന്നാണ് ചോദ്യം. ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റൈറ്റ് ടു ഇക്വാലിറ്റി ഈസ് ഗ്രാൻറ്റഡ് ബൈ ദ 5 ആർട്ടിക്കിൾസ് വിച്ച് ആർ ദേ. അത് ഏതൊക്കെയാണ്? അത് നമ്മൾ പറയുകയാണെങ്കിൽ ആർട്ടിക്കിൾ 14 മുതൽ
18 വരെയുള്ളതാണ് റൈറ്റ് ടു ഇക്വാലിറ്റിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയുള്ളതാണ് റൈറ്റ് ടു ഇക്വാലിറ്റി. 14 മുതൽ 18 വരെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the officer who has the right to speak and take part of the proceedings of the parliament without voting right, അതായത് വോട്ടിംഗ് അധികാരമില്ലാത്ത പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഓഫീസർ ആര് എന്നാണ് ചോദ്യം. വോട്ടിംഗ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ പാർലമെൻറ്റിൽ പങ്കെടുക്കാൻ അധികാരമുള്ള ഓഫീസർ ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഉത്തരം അറ്റോർണി ജനറലാണ്. AGക്കാണ് എന്താണ് വോട്ട് ചെയ്യാൻ അധികാരമില്ലെങ്കിലും പാർലമെൻറ്റിൽ പങ്കെടുക്കാനുള്ള അധികാരമുള്ള ഓഫീസർ അറ്റോർണി ജനറൽ. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഇഷ്യൂഡ് അണ്ടർ ദ ക്ലോസ് ആർട്ടിക്കിൾ 352 മേ ബി വേരിഡ് ഓർ റിവോക്ഡ് ബൈ, അതായത് 352 പ്രകാരം വിളംബരം ചെയ്ത എമർജൻസിയെ എങ്ങനെയാണ് അത് റിവോക്ക് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. 352 പ്രകാരം പുറപ്പെടുവിച്ച എമർജൻസിയെ എങ്ങനെ നിർത്തണം എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ആൻഡ് ആൻസർ എന്ന് പറയുമ്പോൾ എ സബ്സിക്വൻറ്റ് പ്രൊക്ലമേഷൻ, അതിന് ഒരു സബ്സിക്വൻറ്റ് പ്രൊക്ലമേഷൻ ഇറക്കി 352 എമർജൻസിയെ നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു വിളംബരം നടത്തി 352 എമർജൻസി നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ പറ്റും. 352 എമർജൻസി ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സബ്സിക്വൻറ്റ് പ്രൊക്ലമേഷൻ ഇറക്കി നമുക്ക് അത് ക്യാൻസൽ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി ഡിസോൾവ്ഡ് ദ ലോക്സഭ ഓൺ, നമുക്ക് ഇന്ത്യൻ പ്രസിഡൻറ്റിന് എങ്ങനെയാണ് ലോക്സഭയെ പിരിച്ചുവിടാൻ കഴിയുന്നത്, ഇന്ത്യൻ പ്രസിഡൻറ്റിന് എങ്ങനെയാണ് ലോക്സഭയെ പിരിച്ചുവിടാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, ലോക്സഭയെ നമുക്ക് പിരിച്ചുവിടാം. പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ലോക്സഭയെ പിരിച്ചുവിടാം. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ദ പ്രസിഡൻറ്റ് ഗോസ് ഔട്ട് ദ ഫോറിൻ ടൂർ ഹിസ് റെസ്പോൺസിബിലിറ്റി വിൽ എൻട്രസ്റ്റഡ് വിത്ത്, അതായത് നമ്മുടെ പ്രസിഡൻറ്റ് ഫോറിൻ ടൂറിന് വല്ലതും പോവുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ പവർ ആരിലാണ് നിക്ഷിപ്തം, അദ്ദേഹത്തിൻ്റെ പവർ ആരാണ് വഹിക്കേണ്ടത് എന്നാണ് ചോദ്യം. ഉത്തരം വൈസ് പ്രസിഡൻ്റാണ്. ഉത്തരം എന്താണ്, വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വഹിക്കേണ്ടത്. വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം വഹിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, റിട്ടേണിംഗ് ഓഫീസർ ഓഫ് ദ എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ആരാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസർ ആര് എന്നാണ് ചോദ്യം. ഉത്തരം സെക്രട്ടറി ജനറൽ ഓഫ് രാജ്യസഭ ഓർ ലോക്സഭ, ലോക്സഭയുടെയോ അല്ലെങ്കിൽ രാജ്യസഭയുടെയോ സെക്രട്ടറി ജനറലാണ് എന്താണ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരുന്നത്. ലോക്സഭയുടെയോ അല്ലെങ്കിൽ രാജ്യസഭയുടെയോ സെക്രട്ടറി ജനറലാണ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫൻസ് മിനിസ്റ്റർ ഇൻ മൊറാർജി ദേശായി മിനിസ്ട്രി, മൊറാർജി ദേശായി മിനിസ്ട്രിയുടെ ഡിഫൻസ് മിനിസ്റ്റർ ആരാണെന്ന് ചോദ്യം. ജഗ്ജീവൻ റാമാണ് മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ. മൊറാർജി ദേശായി മിനിസ്ട്രിയുടെ ഡിഫൻസ് മിനിസ്റ്റർ ജഗ്ജീവൻ റാമാണ്. അടുത്ത ചോദ്യം, ഡാഷ് വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് വിച്ച് ദ പ്രസിഡൻ്റൽ റൂൾ ഇമ്പോസ്ഡ് അപ്പോൺ, പ്രസിഡൻ്റ് റൂൾ നേരിട്ട ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. പ്രസിഡൻ്റ് റൂൾ നേരിട്ട ആദ്യത്തെ സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ആൻസർ പഞ്ചാബാണ്. പഞ്ചാബിലാണ് ആദ്യമായി പ്രസിഡൻ്റ് റൂൾ വന്നത്. പഞ്ചാബിലാണ് ആദ്യമായി പ്രസിഡൻഷ്യൽ എമർജൻസി വന്നത്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ എമർജൻസി പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ തവണ എമർജൻസി പ്രഖ്യാപിച്ചത് ഉത്തർപ്രദേശിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അവർ പ്രൈം മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആർക്കാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ക്യാബിനറ്റ്. അവർ പ്രൈം മിനിസ്റ്റർ ഈസ് റെസ്പോൺസിബിൾ ടു ക്യാബിനറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, when a non-member of a parliament is included into the council of ministers he must become a member of parliament within, അതായത് പാർലമെൻറ്റിൽ മെമ്പർ അല്ലാത്ത ഒരാൾ മന്ത്രിയാകണമെങ്കിൽ അയാൾ മന്ത്രിയായി എത്ര മാസത്തിനകം പാർലമെൻറ്റിൽ അംഗമാണ്? പാർലമെൻറ്റിൽ അംഗമല്ലാത്ത ഒരാൾ
മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെങ്കിൽ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തി എത്ര മാസത്തിനുള്ളിൽ അയാൾ പാർലമെൻറ്റിൽ അംഗത്വം നേടണമെന്നാണ് ചോദ്യം. ഉത്തരം 6 മാസത്തിനുള്ളിൽ ഇലക്ഷനിൽ നിന്ന് പാർലമെൻറ്റിൽ അംഗത്വം നേടണം. അതാണ് നിയമം. പാർലമെൻറ്റിലില്ലാത്ത ഒരാൾ മന്ത്രിയാക്കണമെങ്കിൽ അയാൾ മന്ത്രിയായി 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് ജയിച്ച് പാർലമെൻറ്റിൽ അംഗമാവണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സുപ്രീം കമാൻഡർ ഓഫ് ഇന്ത്യാസ് ആംഡ് ഫോഴ്സ്. ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ സുപ്രീം കമാൻഡർ ആര് എന്നാണ് ചോദ്യം. ഉത്തരം പ്രസിഡൻ്റാണ് ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ സുപ്രീം കമാൻഡർ, ഇന്ത്യൻ പ്രസിഡൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ ദ എക്സിക്യൂട്ടീവ് ഈസ് സബോർഡിനേറ്റഡ് ടു. എന്താണ്? ഇൻ ദ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൽ ദ എക്സിക്യൂട്ടീവ് ഈസ് സബോർഡിനേറ്റഡ് ടു ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിന് സബോർഡിനേറ്റർ ആയിരിക്കും എക്സിക്യൂട്ടീവ്. ദ എക്സിക്യൂട്ടീവ് ഈസ് സബോർഡിനേറ്റഡ് ടു ലെജിസ്ലേറ്റർ. അപ്പോൾ ആൻസർ ലെജിസ്ലേറ്റർ. ഇൻ എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ ദ എക്സിക്യൂട്ടീവ് ഈസ് സബോർഡിനേറ്റഡ് ടു ലെജിസ്ലേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് ക്യാൻ എ പേഴ്സൺ ബി എലക്റ്റഡ് ആസ് എ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഒരാൾക്ക് എത്ര തവണ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാം? ഒരാളെ എത്ര തവണ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാമെന്നാണ് ചോദ്യം. ഉത്തരം നോ ലിമിറ്റാണ്. എത്ര തവണ വേണോ ഒരാളെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കാം. എത്ര തവണ വേണോ നമുക്ക് തിരഞ്ഞെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എലക്ഷൻ ഓഫ് വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ വൈസ് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷന് ആർക്കൊക്കെ പങ്കെടുക്കാം അല്ലെങ്കിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യാം എന്നാണ് ചോദ്യം. ഉത്തരം മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. രാജ്യസഭയുടെയും ലോക്സഭയുടെയും അംഗങ്ങളെ വെച്ചാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ് തിരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ വോട്ട് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ. അടുത്ത ക്വസ്റ്റ്യൻ, നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിക്ലെയർഡ് ബൈ ദ പ്രസിഡൻറ്റ്. നാഷണൽ എമർജൻസി പ്രസിഡൻറ്റിനെ ഡിക്ലെയർ ചെയ്യാം. അത് എന്തിൻ്റെ ബേസിലായിരിക്കും? ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻ ഓഫ് ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും പ്രസിഡൻറ്റ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുന്നത്. നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിക്ലെയർഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓൺ ദ ബേസിസ് ഓഫ് റെക്കമെൻഡേഷൻ ഓഫ് ക്യാബിനറ്റ്. ക്യാബിനറ്റിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അറിയാം, ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ എമംഗ് ദ ഫോളോയിങ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഡിഡ് നോട്ട് ഫേസ് ദ ലോക്സഭ ഈവൻ വൺസ്. ഒരു പ്രാവശ്യം പോലും ലോക്സഭയെ അഭിമുഖീകരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി. ഒരു തവണ പോലും ലോക്സഭയെ അഭിമുഖീകരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ചരൺ സിംഗ്. ആരാണ്? ചരൺ സിംഗ്. അടുത്ത പാർട്ട് 18 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടെയ്ൻസ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 18ാമത്തെ പാർട്ടിൽ പറയുന്നത് എന്തെന്നാണ് ചോദ്യം. ഉത്തരം പഞ്ചായത്തുകളെക്കുറിച്ചാണ് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ്? പഞ്ചായത്തുകളെക്കുറിച്ച് പറയുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്ടാണ് പാർട്ട് 18. പാർട്ട് 18 പഞ്ചായത്തുകളെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വൈസ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ക്യാൻ ബി റിമൂവ്ഡ് ഫ്രം ദ ഓഫീസ്. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം ആർക്ക് എന്നാണ് ചോദ്യം. ഉത്തരം രാജ്യസഭ വിത്ത് ദ കൺകറൻസ് ഓഫ് ലോക്സഭ. രാജ്യസഭ വിത്ത് ദ കൺകറൻസ് ഓഫ് ലോക്സഭയാണ് വൈസ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യുന്നത്. വൈസ് പ്രസിഡൻറ്റിനെ റിമൂവ് ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യസഭ വിത്ത് കൺകറൻസ് ഓഫ് ലോക്സഭ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി all the powers of the central and state government rested in which government. എമർജൻസി കാലഘട്ടത്തിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പവർ ആരിൽ നിക്ഷിപ്തമാണ്? എമർജൻസി കാലഘട്ടത്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും പവർ ആരിൽ നിക്ഷിപ്തമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. സെൻട്രൽ മിനിസ്ട്രി അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെൻറ്റിലായിരിക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും അധികാരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ സമാധി ഓഫ് മൊറാർജി ദേശായി ഈസ് നോൺ എസ്. മൊറാർജി ദേശായിയുടെ സമാധി സ്പേസിനെ നമ്മൾ പറയുന്ന പേരാണ് അഫയഘട്ട്. എന്താണ്? അഫയഘട്ട്. അണ്ടർ ദ ഹൂസ് അഡ്വൈസ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ദ എമർജൻസി അണ്ടർ ആർട്ടിക്കിൾ 352 പ്രകാരമുള്ള എമർജൻസി പ്രഖ്യാപിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്. ക്യാബിനറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് 352 പ്രകാരമുള്ള എമർജൻസി പ്രഖ്യാപിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ചെയർമാൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ
ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്ററാണ്. ഇന്ത്യൻ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു. ഹൗ മെനി ടൈംസ് നാഷണൽ എമർജൻസി ഡിക്ലെയർഡ് സോ ഫാർ? ഇതുവരെയും എത്ര ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ചോദ്യം. ഇതുവരെയും എത്ര ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്? ഉത്തരം ത്രൈസ്, 3 ദേശീയ അടിയന്തരാവസ്ഥയാണ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. എത്ര എണ്ണം? 3 എണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് ക്യാൻ ഡിസ്മിസ് എ മെമ്പർ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്ററിൽ ഒരാളെ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ അത് ആരുടെ നിർദ്ദേശപ്രകാരമായിരിക്കും? പ്രസിഡന്റിനാണ് ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം. ഒരു മന്ത്രിയെ ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം പ്രസിഡന്റാണ്. അങ്ങനെ ഡിസ്മിസ് ചെയ്യണമെങ്കിൽ പ്രസിഡന്റിന് ആരുടെയോ നിർദ്ദേശം ലഭിക്കണം. അങ്ങനെ ലഭിച്ചാൽ മാത്രമേ ഡിസ്മിസ് ചെയ്യാൻ പറ്റൂ. അത് പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡന്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ള ഒരു മെമ്പറെ ഡിസ്മിസ് ചെയ്യുന്നത്, പ്രൈം മിനിസ്റ്ററിൻ്റെ നിർദ്ദേശപ്രകാരം. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ മേ സംടൈംസ് സിംപ്ലി കീപ്പ് എ ബിൽ ഓൺ ഹിസ് ടേബിൾ ഇൻഡെഫിനിറ്റ്ലി വിത്തൗട്ട് ഗിവിംഗ് ഓർ റെഫ്യൂസിങ് അസെറ്റ്. അതിന് എന്താണ് പറയുന്നത്? അതായത് പ്രസിഡന്റിന് ഒരു ബില്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒപ്പിടുകയോ അല്ലെങ്കിൽ അത് നിരസിക്കുകയോ ചെയ്യാതെ കുറച്ച് കാലം വരെ പ്രസിഡന്റിൻ്റെ ടേബിളിൽ അത് സൂക്ഷിക്കാം. ആ പവറിനെ എന്ത് പവർ എന്ന് പറയുന്നു? അതിനെയാണ് പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത്. എന്താണ്? പ്രസിഡന്റിന് താല്പര്യമില്ലാത്ത ഫയലാണെങ്കിൽ അത് വേണമെങ്കിൽ ഒപ്പിടാതിരിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? അത് റെഫ്യൂസ് ചെയ്യാതിരിക്കാം. പ്രസിഡന്റിന് ഒരു ഫയൽ വേണമെങ്കിൽ ഒപ്പിടാതെയും റെഫ്യൂസ് ചെയ്യാതെയും കുറച്ചു കാലം തൻ്റെ ടേബിളിൽ തന്നെ സൂക്ഷിക്കാനുള്ള അധികാരമുണ്ട്. അതിനെ നമ്മൾ പോക്കറ്റ് വീറ്റോ എന്നാണ് പറയുന്നത്. അടുത്തത്, ദ ചെയർമാൻ ഓഫ് UPSC അപ്പോയിൻറ്റഡ് ബൈ. UPSC ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആര് എന്നാണ് ചോദ്യം. ഉത്തരം പ്രസിഡൻ്റാണ്. UPSC ചെയർമാനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണ്. ഹൂ ഈസ് ദ അതോറിറ്റി ടു അപ്പോയിൻറ്റ് ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്തത് ആര്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും പ്രസിഡൻ്റാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും പ്രസിഡൻ്റ് ആണ്. ആസ് പെർ ദ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ പ്രസിഡൻ്റൽ റൂൾ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ സ്റ്റേറ്റ്? സ്റ്റേറ്റിൽ പ്രസിഡൻ്റൽ റൂൾ ചെയ്യണമെങ്കിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? സ്റ്റേറ്റിൽ പ്രസിഡൻ്റൽ റൂൾ കൊണ്ടുവരണമെങ്കിൽ ഏത് ആർട്ടിക്കിളിൻ്റെ നിർദ്ദേശപ്രകാരമാണ്? ആർട്ടിക്കിൾ 356 ആണ്. സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356 ആണ്. The position of Vice President of India greatly resembles the positions of Vice President of which of the following country? ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിൻ്റെ പൊസിഷൻ മറ്റേതോ രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റിൻ്റെ പൊസിഷന് ഈക്വലാണ്. അത് ഏത് രാജ്യം എന്നാണ് ചോദ്യം. ഉത്തരം അമേരിക്ക അല്ലെങ്കിൽ USA. USAയുടെ വൈസ് പ്രസിഡൻറ്റിന് ഈക്വലൻ്റാണ് ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ വാസ് ദ ഇന്ത്യൻ പ്രസിഡൻറ്റ് ഡിക്ലെയർഡ് ദ നാഷണൽ എമർജൻസീസ് ഇൻ 1975? 1975 നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് 1975 നാഷണൽ എമർജൻസി പ്രഖ്യാപിച്ചത്. അടുത്തത്, ദ ഇന്ത്യൻ പ്രസിഡന്റ് ക്യാൻ നോമിനേറ്റ് 2 members of one community to the Lok Sabha if they are not adequately represented the community is. അതായത് ഇന്ത്യൻ പ്രസിഡൻറ്റിന് 2 മെമ്പേഴ്സിനെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും ലോക്സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. ആ കമ്മ്യൂണിറ്റി ഏത് എന്നാണ് ചോദ്യം. ഇന്ത്യൻ പ്രസിഡൻറ്റിന് 2 മെമ്പേഴ്സിനെ ലോക്സഭയിലോട്ട് നോമിനേറ്റ് ചെയ്യാം. അത് ഏത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളായിരിക്കണം എന്നാണ് ചോദ്യം. ഉത്തരം ആംഗ്ലോ ഇന്ത്യൻ ആയിരിക്കണം. ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 2 പേരെ ഇന്ത്യൻ പ്രസിഡൻറ്റിന് ലോക്സഭയിലോട്ട് നോമിനേറ്റ് ചെയ്യാൻ കഴിയും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡിഫൻസ് മിനിസ്റ്റർ who resigned the post following an attack on north-eastern borders of India by China in November 1962. 1962 നവംബറിൽ ചൈനക്കാർ നോർത്ത് ഈസ്റ്റ് അറ്റാക്ക് ചെയ്തപ്പോൾ റിസൈൻ ചെയ്ത ഡിഫൻസ് മിനിസ്റ്റർ ആര് എന്നാണ് ചോദ്യം. ഉത്തരം VK കൃഷ്ണമേനോനാണ്. അപ്പം ചൈന ഇന്ത്യ 1962 അറ്റാക്ക് ചെയ്തപ്പോൾ ആ സമയത്ത് ഡിഫൻസ് മിനിസ്റ്റർ VK കൃഷ്ണമേനോനാണ്. രാജിവെച്ച ഡിഫൻസ് മിനിസ്റ്ററും ആരാണ്? VK കൃഷ്ണമേനോൻ. അടുത്ത ചോദ്യം, ദ ഫസ്റ്റ് ലോ ഓഫീസർ ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ലോ ഓഫീസർ ആര് എന്നാണ് ചോദ്യം. ഉത്തരം അറ്റോർണി ജനറലാണ്. അറ്റോർണി ജനറലാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ലോ ഓഫീസർ.
നെയിം ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഹൂ അഡ്രസ് ദ കേരള അസംബ്ലി. കേരള അസംബ്ലി ആദ്യമായി അഡ്രസ്സ് ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് ആര് എന്നാണ് ഉത്തരം. ഡോക്ടർ കെ ആർ നാരായണൻ. ഡോക്ടർ കെ ആർ നാരായണനാണ് കേരള അസംബ്ലിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത്, പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ആക്ടിംഗ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻ്റാണ് വി വി ഗിരി. ആരാണ്? വി വി ഗിരി. ഇപ്പം നമ്മൾ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഒന്നുകൂടെ കേട്ട് വീണ്ടും കേട്ട് പഠിക്കുക. ഇനിയുള്ള പരീക്ഷകളിലും ഇതൊക്കെ തന്നെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക.